ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാഷണൽ ഡേ ഹോളിഡേയ്സ് ആയിട്ട് നിങ്ങളൊക്കെ എവിടെ പോയി? അപ്പോൾ ഞാൻ ആദ്യം പോയത് ഷാർജ അക്വേറിയത്തിലോട്ടാണ്. അപ്പോൾ ഞാൻ ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഫസ്റ്റും സെക്കൻഡും ഫ്രീ ആയിരുന്നെന്ന്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ലൈനൊക്കെ നിന്ന് നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ഫ്രീ ആയതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് ഒന്നും വാങ്ങാൻ നിൽക്കേണ്ടി വന്നില്ല, ലൈൻ മാത്രം നിന്നാൽ മതിയായിരുന്നു. പിന്നെ ആദ്യം തന്നെ നമ്മൾ അക്വേറിയം എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് കയറിയപ്പോൾ ആദ്യം തന്നെ അവിടെ ജസ്റ്റ് നമ്മൾ സ്ക്രീനിൽ തന്നെ നമ്മളെ കാണാമായിരുന്നു. ജസ്റ്റ് അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അതിലൂടെ നമ്മളെയൊക്കെ കാണാം, അതാണ്. പക്ഷെ അവിടെ ബേർഡ്സൊക്കെ പറക്കുന്ന പോലെ തോന്നും, പക്ഷെ അവിടെ ബേർഡ്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വലിയ തിരക്കാണ്, നമ്മൾ ഫോട്ടോ എടുത്തില്ല. അത് സ്കിപ്പ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയി. ഇനി തൊട്ടാണ് നമ്മുടെ കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ വെയിലുണ്ടായിരുന്നു, 3-4 വെയിലുണ്ടായിരുന്നു. അവിടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു സീ വേൾഡ്, അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് അങ്ങനത്തെ ഒരു എഫക്റ്റാണ് അവിടെ. ഉണ്ടോ അവിടെ വെയിൽസൊക്കെ ഉണ്ട്, പല ടൈപ്പ് വെയിൽസായിട്ടുള്ള അവിടെ. പിന്നെ ഞാനിവിടെ ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നിപ്പോൾ വീഡിയോ എടുക്കൽ പരിപാടിയൊന്നും ഇല്ല, അതുകൊണ്ട് എന്താണെന്നൊന്നും കറക്റ്റ് ഓർമ്മയൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ വെയിലൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു റൂമിലോട്ട് പോയി. അവിടെ ഫുൾ ഇരുട്ടായിരുന്നു. പിന്നെ അവിടെ കണ്ട് നമ്മൾ 3 സാധനത്തിനകത്ത് ചെറിയ ഫിഷസും ഭംഗിയുള്ള കല്ലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ആയിരുന്നു. പിന്നെ ഓരോരുത്തരും നിങ്ങളെ കാണിച്ചു തരാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പറയലേ പറ്റും. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ പോയപ്പോൾ പിന്നെ ആരുമില്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ഫിഷ്, നല്ല വേറെ വേറെ ഡിസൈനൊക്കെ ഉള്ള ഫിഷസ് ആയിരുന്നു. ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. നെക്സ്റ്റ് വേറെ ഒരു ഡ്രൈ സ്റ്റെമ്മോ അങ്ങനെയൊക്കെ വെച്ചിട്ട് 2 ഫിഷസൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. 2 മാത്രമേ അതിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ നെക്സ്റ്റ് കണ്ടത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓരോ പിക്ചേഴ്സൊക്കെ വെച്ച് ഫിഷിൻ്റെ, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു മിററായിരുന്നു. നെക്സ്റ്റ് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാ റൂമിലും ഏതൊക്കെ റൂമിൽ ഫിഷസ് ഉണ്ടോ അവിടെയൊക്കെ ഒരു ബ്ലൂയിഷ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ട കുറേ ഫിഷസ് ആയിരുന്നു. ഒരു ഗ്ലാസ്സിനകത്ത് കുറേ ഫിഷസ് ഇട്ടിട്ട് അതിങ്ങനെ റൗണ്ട് പോകുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ ഓരോ സെക്ഷൻസായിട്ട് ഫിഷസ് ഉണ്ടായിരുന്നു, പല വെയിലും. ഇതിനകത്തൊക്കെ വലിയ ടൈപ്പ് ഫിഷസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു, ഇതൊരു സ്പെഷ്യൽ ചെറിയൊരു സ്പോട്ട് പോലെയായിരുന്നു. അതിൽ പല പല ഫിഷസൊക്കെ വരുന്നുണ്ട്, ചിലത്ത് വലുതും ചെറുതും പലതാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടിലോട്ട് പോയത് ജെല്ലി ഫിഷിനെ കാണാനായിട്ട്. ജെല്ലി ഫിഷും അങ്ങനത്തെ ഒക്കെ ചെറിയ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ 1-2 കാണുള്ളൂ. അപ്പോൾ ജെല്ലി ഫിഷിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു അണ്ടർ വാട്ടർ പാർക്ക്, അങ്ങനെ അണ്ടർ വാട്ടറൊക്കെ അങ്ങനെ ഒരു ടൈപ്പ് ഫിഷസൊക്കെ ഉള്ള, നമ്മുടെ തലയുടെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫിഷസൊക്കെ പോകും. അതിനകത്ത് പഴയ ഈ നമ്മൾ ടൈറ്റാനിക്കിലെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തിരുമ്പ് പിടിച്ച കുറേ ഇരുമ്പിൻ്റെ സാധനങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലൂ ഫിഷിനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കേട്ടോ ആ ബ്ലൂ ഫിഷ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ നെക്സ്റ്റ് പിന്നെ നമ്മൾ അവിടുത്തെ ലാസ്റ്റ് വ്യൂ ഞാൻ എടുക്കാൻ പറഞ്ഞത് അവിടെ തിരക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെയും പിന്നെ നെക്സ്റ്റ് കുറേ ഫിഷസ് തന്നെയായിരുന്നു. അവർ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അവിടെയും കുറേ ഫിഷസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഉണ്ടായിരുന്നത് വേറെ റൂമിൽ കയറിയപ്പോൾ അവിടെ ഒരു ഗ്ലോബിനകത്ത് റോക്കിൻ്റെ മുകളിൽ ഫിഷ് എടുക്കുന്നത് ഒറിജിനലാണെന്ന് ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതിൻ്റെ അനക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഒറിജിനലാണെന്ന് തോന്നുന്നു. ഇതിൽ ഓരോ സൈഡിലും ഓരോ പാർട്സിനും അവിടെ ഫിഷസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓരോ സൈഡിലായിട്ട്. ഉണ്ടോ വേറെ സൈഡിലെ വ്യൂ ആണിത്. അതേ റൂമിൽ തന്നെ വേറെ സൈഡിൽ കുറച്ച് ഫിഷസൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഫിഷസ് ഉണ്ടായിരുന്നു. ഇത് ഫിഷാണെന്ന് അറിയില്ല, ഒരേ ടൈപ്പിലുള്ള കുറേ വലുതും ചെറുതുള്ള ഫിഷസ് ആയിരുന്നു. പിന്നെ എൻ്റെ മോസ്റ്റ് ഇഷ്ടമുള്ള പാട്ട് സ്റ്റാർ ഫിഷിനെ തൊടുന്നത്. അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാർ ഫിഷിനൊന്നും തൊട്ടില്ല. പക്ഷെ അവരെല്ലാം നല്ല സൈലൻ്റായി നല്ല നന്നായി കിടപ്പുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഉള്ളത് നമ്മളൊരു റൂമിൽ കയറി. പിന്നെ അവിടെ കുറേ പെയിൻറ്റിങ്സ് അങ്ങനെ കല്ല് വെച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു. അവിടെ ഓരോ സൈഡിലും ഷാർക്കും ഫിഷും വേറെ ഒരുപാട് ടൈപ്പുകളാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കൂടി കിടക്കുമ്പോൾ ഒരുപാട് ടൈപ്പ് ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മളിവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അവിടെ വെറൈറ്റി ടൈപ്പ് ഫിഷസാണ്. ആ ഫിഷ് നേരത്തെ കണ്ട ഫിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അത് ഞാൻ പറയാതിരുന്നേ. നെക്സ്റ്റ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്വേറിയം അവിടെ തീരുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് കഫേയിലോട്ടാണ്. കഫേയിൽ അവിടെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. അതൊക്കെ കണ്ടിറങ്ങി നമ്മൾ നെക്സ്റ്റ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു മ്യൂസിയമും കൂടെ ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ അക്വേറിയം മാത്രമല്ല, ഒരു മ്യൂസിയമും കൂടെ ഉണ്ട്. ഇത് പിന്നെ UN നാഷണൽ ഡേയുടെ ഡെക്കറേഷൻസൊക്കെയാണ്. പിന്നെ December 1 പോയതുകൊണ്ട് അവിടുത്തെ UN നാഷണൽ ഡേയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അവിടെ മ്യൂസിയത്തിലോട്ട് കയറി. മ്യൂസിയത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. വുഡിൻ്റെ ഷിപ്സും അങ്ങനത്തെ ആൾക്കാരെ പേൾ ഡൈവിങ് ചെയ്യുന്നു, അങ്ങനത്തെ പല പല മോഡലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കുറേ ആൻറ്റി കളക്ഷൻസ് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് നമ്മളവിടെ കണ്ട ഒരു കോമ്പസ് ആണ്. പണ്ട് ആൾക്കാർ ഡയറക്ഷൻസ് ഒക്കെ നോക്കിയില്ലേ, ആ ഒരു കോമ്പസ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ ഇറങ്ങിയപ്പോൾ നമ്മളൊരു പാർക്കിൽ കണ്ടു. പാർക്കിൽ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അവിടെ മെഹന്തി ഇടലും അങ്ങനത്തെ കുറേ കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർക്കിലൊക്കെ കുറേ കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് അവിടെ പിന്നെ കണ്ടു നമ്മൾ ലുക്കൈമാത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ലുക്കൈമാത്ത് വാങ്ങുമ്പോൾ എവിടെ തിരക്കാണ്, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ ടൈമിലാണ് അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നെക്സ്റ്റ് 5 മണിയൊക്കെ ആയപ്പോൾ ഒരു നാഷണൽ ആന്തം തുടങ്ങി. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് കന്തൂറ ഡാൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ലുക്കൈമാത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ആയിട്ട് കാണാം. സോ അതായിരിക്കും.